ഡോക്ടർ കെ ജി താര, ഈ വയനാട് തുരങ്കപാതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ഈ തുരങ്കപാതയെ ബന്ധപ്പെടുത്തേണ്ടതില്ല എന്നാണ്. ഈ തുരങ്കപാതകൾ ഏതെങ്കിലും തരത്തിൽ ഉരുൾപൊട്ടലുകൾക്ക് കാരണമാകുമോ എന്നത് പഠിക്കണം എന്നാണ്. അപ്പോൾ ഇവിടെ ഈ തുരങ്കപാത കൊണ്ടുവരുന്നതിന് കാരണമായി പറയുന്ന അല്ലെങ്കിൽ അതിനായി നിരത്തുന്ന ന്യായങ്ങളിൽ ഒന്ന് വയനാട്ടുകാരുടെ ആവശ്യമാണ്. രണ്ട്, ഇത് ശാസ്ത്രീയമായ പഠനത്തിലൂടെ അതിലെ പോരായ്മകളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കിക്കൊണ്ടായിരിക്കും കൊങ്കണിനെ പോലെ ഒരു ഒരു ടീമിനെ ഇത് ഏൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. മൂന്നാമതായി, കൊങ്കൺ റെയിൽപാത തന്നെ തുരങ്കപാത സുരക്ഷിതമാണെന്നും അത് ഉപയോഗപ്രദമാണ് എന്നതിനുമുള്ള തെളിവായി എസ് സജീഷ് ഈ ചർച്ചയിൽ ഉയർത്തിക്കാട്ടുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ തുരങ്കപാതയ്ക്കെതിരെ സംസാരിക്കുന്നവരൊക്കെ ഈ കേവലം പരിസ്ഥിതിവാദികളുടെ അല്ലെങ്കിൽ തീവ്ര പരിസ്ഥിതിവാദികളുടെ ഗണത്തിൽപ്പെടുന്ന പദ്ധതികളുടെ മുടക്കാൻ വേണ്ടി മാത്രം വരുന്നവരാണോ? എങ്ങനെയാണ് താങ്കൾ ഈ പദ്ധതിയെ മനസ്സിലാക്കുന്നത്? ഇവിടെ പറഞ്ഞു കേട്ടത് ഇതൊരു സ്വപ്ന പദ്ധതി ആണെന്നാണ്. ഞാൻ അതിനോട് യോജിക്കുന്നു. ഒരു ചെറിയ തിരുത്തുണ്ട്. ഇതൊരു ദുസ്വപ്ന പദ്ധതിയാണ്. ഒരു സംശയം കൂടാതെ അത് പറയാനുള്ള കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ഒന്നാമത്, ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കൊങ്കൺ റെയിൽവേ അല്ല ഇതിന്റെ ദുരന്ത ആഘാത പഠനം നടത്തിയെന്നാണ്. ഇത് എന്റെ അറിവ് തെറ്റാണെങ്കിൽ ദയവായി തിരുത്തുക. കിറ്റ്കോ ലിമിറ്റഡ് അവരാണ് EIA കൺസൾട്ടന്റ് ആയിട്ട് റിപ്പോർട്ട് സമർപ്പിച്ചത്. കൊങ്കൺ റെയിൽവേ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് എൻവയൺമെന്റ് മാനേജ്മെന്റ് പ്ലാൻ, അത് 15 കോടിയോളം വരുന്നതിന്റെ എൻവയൺമെന്റ് മാനേജ്മെന്റ് പ്ലാൻ ആണ് കൊടുത്തത്. അതിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ അല്ല. അതിന്റെ കൺസൾട്ടന്റ്, ഇമ്പാക്ട് അസസ്മെന്റ് കൺസൾട്ടന്റ് ആയിട്ട്, ആഘാത പഠന കൺസൾട്ടന്റ് ആയിട്ട് കിറ്റ്കോ ആണെന്നാണ് എന്റെ ഇപ്പോഴും ഉള്ള അറിവ്. രണ്ട്, ഈ കമ്മിറ്റി അനുവാദം കൊടുക്കുമ്പോൾ തന്നെ ആ റിപ്പോർട്ട്, അനുവാദം കൊടുക്കുന്ന ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ അത് തന്നെ ആശങ്ക ജനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നു, ഈ കമ്മിറ്റി അനുവാദം കൊടുത്തുകൊണ്ട് തന്നെ പറയുന്നു, ദിസ് കമ്മിറ്റി ഓൾസോ ഒബ്സർവ് ദാറ്റ് ദ ടണൽ അലൈൻമെന്റ് passes through highly fragile, highly landslide zones. ഹൈലി ഫ്രജൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ കമ്മിറ്റി തന്നെ പറയുന്നു, ഞങ്ങൾ അനുവാദം കൊടുക്കുകയാണ്, വളരെ പാരിസ്ഥിതിക ദുർബലമായിട്ടുള്ള മേഖലയിൽ കൂടി, ഹൈലി ലാൻഡ്സ്ലൈഡ് സോൺ, അതായത് ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ സാധ്യത മേഖലയിൽ കൂടി ഇത് ഞങ്ങൾ കടന്നു പോകുന്ന ഈ പദ്ധതിക്ക് വേർ മാസീവ് ഡിസ്ട്രക്ഷൻ, അതായത് ഭയങ്കര ആഘാതമുള്ള ലാൻഡ്സ്ലൈഡ് 2019 2024 നടന്നു എന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ എന്നെ ആശങ്കപ്പെടുത്തുന്ന ഇതില് പറയുന്ന ഒരു കാര്യം, അല്ല മാം, അതിന്റെ കൂടെ ഒരു 8 കാര്യം കൂടി മാം ഒന്ന് ആഡ് ചെയ്തോട്ടെ. അതിന്റെ ബാക്കി ഭാഗത്ത് പറയുന്നത് thereby necessitating precautions during the construction stage to avert vibration induced landslips, അത് ഒഴിവാക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചുകൊണ്ട് ഇതുമായി മുന്നോട്ട് പോകാം എന്നല്ലേ? അല്ല, ആ പറയുന്നതിലാണ് ഞാൻ രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. കാരണം ഇത് വൈബ്രേഷൻ, ഈ സാധാരണഗതിയിൽ ഈ കമ്പനങ്ങൾ, ഈ നമ്മൾ ടണലിംഗ് പ്രോസസ്സിൽ കമ്പനങ്ങൾ ഉണ്ടാകും, വൈബ്രേഷൻസ് ഉണ്ടാകും. അത് ഉരുൾപൊട്ടൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നിശ്ചയിക്കുന്നതിന്റെ പ്രധാനമായി 2 ഘടകങ്ങളാണുള്ളത്. ഒന്ന്, അവിടെയുള്ള വെള്ളത്തിന്റെ അളവ്. അതായത് നമ്മളെപ്പോഴും പറയുമല്ലോ, പൂരിതമായിട്ട് പാറയിലെ സുഷിരങ്ങളിൽ വെള്ളം കയറുകയോ അല്ലെങ്കിൽ മണ്ണില് വെള്ളത്തിന്റെ അളവ് കൂടുകയോ, ഒരു സാച്ചുറേഷൻ, അതിനൊരു പിന്നെ ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു പരിധിയുണ്ട്. അതിനപ്പുറത്തേക്ക് വെള്ളത്തിന്റെ അളവ് കൂടിയാൽ ഇത് അപ്പാടെ താഴെ വരാനുള്ള സാധ്യതയുണ്ട്. അതിലെ ഫോൾട്ട് അല്ലെങ്കിൽ ഫ്രാക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും വിള്ളൽ മാത്രമുള്ളത്. ഫോൾട്ട് എന്ന് പറഞ്ഞാൽ ഈ വിള്ളലിനെ ആധാരമാക്കി പാറകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറിയിട്ടുണ്ടോ എന്നുള്ള പഠനം. ഈ റിപ്പോർട്ടിൽ, ഈ അനുവാദം കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്, there are no major fault lineaments intersecting ഈ പ്രൊപ്പോസ്ഡ് സൈറ്റ്. മേജർ ആയിട്ടുള്ള ഒന്നുമില്ല. അതെങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഈ GSIയുടെ തെക്കേ ഇന്ത്യയുടെ ഈ ഫോൾട്ടുകൾ, അതായത് ഈ അപഭ്രംശ മേഖലകളെ മാപ്പ് ചെയ്ത് തെക്കേ ഇന്ത്യയുടെ മാപ്പിൽ നോക്കിയിട്ടാണ് ഇത് അതിന്റെ പുറത്ത്, ഒരു മാപ്പിന്റെ പുറത്ത് വേറൊരു മാപ്പ് വെച്ച് നോക്കുമ്പോൾ അത് കണ്ടെത്തി എന്നാണ് പറയുന്നത്. അല്ലാതെ അവിടെ പ്രത്യേക സ്പെസിഫിക് പഠനം നടന്നിട്ടില്ല. ഈ മാപ്പ് GSI, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തയ്യാറാക്കിയ തെക്കേ ഇന്ത്യയുടെ മാപ്പ് 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 50 കിലോമീറ്റർ ആയിട്ടാണ്. അതായത് 50 കിലോമീറ്റർ സ്ഥലത്തെ 1 സെന്റിമീറ്റർ ആയിട്ട് കാണിക്കുന്ന വലിയ ഒരു മാപ്പാണ്.
നമുക്ക് ഇവിടെ ആകെ ഇതിന്റെ നീളം എന്ന് പറയുന്നത് 8.753 മാത്രം വരുന്ന ഈ 8.753 ഇതിനകത്ത് ഒരു പൊടി പോലും കാണിക്കാൻ പറ്റത്തില്ല. ഈ 50 കിലോമീറ്റർ അതിനെ 1 സെന്റിമീറ്റർ ആയിട്ട് ചുരുക്കുന്ന ഒരു മാപ്പിൽ ഈ 8.753 പാത, തുരങ്കപ്പാത എങ്ങനെ കാണിക്കുമെന്ന് എനിക്ക് എങ്ങനെ ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അതൊന്ന്. അതുപോലെ ഈ ഇതിനകത്ത് പറയുന്നത് ഇതിനെ സൂപ്പർ പോസ്റ്റ് ചെയ്ത് ഇത് വെച്ച് നോക്കി എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും അത്യാവശ്യം. അതുപോലെ രണ്ടാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് ഇതിലെ വെള്ളത്തിന്റെ വെള്ളത്തിന്റെ സമ്മർദ്ദം കൊണ്ട് ഇതിന് എന്ത് പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഈ കമ്മിറ്റി തന്നെ പറയുന്നു പ്രസൻസ് ഓഫ് ഫ്രാക്ചർ കൺട്രോൾഡ് ഡീപ്പ് അക്യുഫർ കോൺഫിഗറേഷൻ. അതായത് ഈ നമുക്ക് വെള്ളം കിട്ടുന്നത് ഈ ലൂസ് ആയിട്ടുള്ള മണ്ണ്, പാറയുടെ മുകളിൽ നമ്മൾ നടന്നു പോകുന്ന ഭൂമിയിൽ അവിടെ കുറച്ച് ഇങ്ങനെ എന്താണ് അൺകൺസോളിഡേറ്റഡ്, അതായത് ഉറപ്പിച്ച ഇങ്ങനെ മണലല്ല, കുറച്ച് അതിൻ്റെ ഇടയിൽ വെള്ളം ഇറങ്ങി പോകാനുള്ള സംവിധാനമുണ്ട് അവിടെ. അതുകൊണ്ടാണ് നമ്മൾ ഈ ടൈൽസ് ഇടരുതെന്ന് പറയുന്നത്. അത് പോട്ടെ. അതിന്റെ താഴെ പാറയിൽ ചിലപ്പോ ഈ വെള്ളം, പാറയുടെ പുറത്ത് ഈ വെള്ളം ഉണ്ടാകുന്നതിന്റെ പാറ വരെ കുഴിക്കുമ്പോഴാണല്ലോ കിണറിൽ വെള്ളം ഉണ്ടാകുന്നത്. അവിടെ എന്തുകൊണ്ട് വെള്ളം ഉണ്ടാകുന്നു? പാറകളിൽ സുഷിരങ്ങളുള്ള ഇതുണ്ട്, ഫ്രാക്ചറുകളുണ്ട്, ഈ ചെറിയ എന്താണ് വിള്ളലുകളുണ്ട്, അതിലെല്ലാം വെള്ളം നിറഞ്ഞിരിക്കും. ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന ആ വെള്ളത്തിനെയാണ് നമ്മൾ അക്യുഫർ എന്നുള്ള പദം കൊണ്ട് ഉപയോഗിക്കുന്നത്. അക്യുഫർ എന്ന് അതിലെ പ്രസൻസ് ഓഫ് ഫ്രാക്ചർ കൺട്രോൾഡ് ഡീപ്പ് അക്യുഫർ, അതിന്റെ കോൺഫിഗറേഷൻ അത് എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത് സീസ്മിക് റിഫ്രാക്ഷൻ വഴിയോ റെസിസ്റ്റിവിറ്റി മെത്തേഡ് വഴിയോ കണ്ടെത്തണം എന്ന് ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ അത് കണ്ടെത്തിയിട്ടില്ല. കാരണം അതിന് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് എന്ന് ഇത് ഈ കമ്മിറ്റിയുടെ ഈ അനുവാദം കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നു. നമ്മൾ ഇതുവരെ ഇത്രയും നാളും ഈ ഉരുൾപൊട്ടൽ നടക്കുന്നതിന് പ്രധാന കാരണമായിട്ട് പറയുന്ന മഴ, ആ മഴ വെള്ളം താഴേക്ക് ഇറങ്ങി സുഷിരങ്ങളിൽ ഇത് നിറഞ്ഞു, അതിന് അങ്ങനെ ഇത് പാറ താഴേക്ക് വന്നു എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഈ അക്യുഫർ എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പറയുന്നത് എനിക്ക് ഈ ശാസ്ത്രത്തിനെ പറ്റി ബോധമില്ലായ്മ എന്ന് പറയുന്നത് ഭൂഷണമായി കൊണ്ട് നടക്കരുത് നയരൂപീകരണ രംഗത്തുള്ള ആളുകൾ എന്ന് മാത്രമേ നമുക്ക് ആശിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇന്ത്യയിൽ എത്ര ഈ ഇടയ്ക്ക് ഉണ്ടാക്കിയ ടണലുകൾ എല്ലാം മിക്കവാറും താഴെ വീണുകൊണ്ടിരിക്കുക. 6-7 ടണലുകളാണ് കൊളാപ്സ് ചെയ്യണത്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഒരു പഠന കമ്മിറ്റിയെ വെക്കുന്നുണ്ട്. എന്തുകൊണ്ട് വീണു? 41 തൊഴിലാളികള് സിൽക്കിയാര ടണലില് ഉത്തരാഖണ്ഡിൽ നമ്മൾ കണ്ടതാണ്. അവിടെ ജിയോളജിസ്റ്റുകൾ വാർണിംഗ് കൊടുത്തതാണ്, പിന്നെ നിങ്ങൾ ഇവിടെ കെട്ടരുത്. കാരണം ഹിമാലയ പർവ്വതം എന്ന് പറയുന്ന അത്ര ഹിമാലയ പർവ്വതത്തിന്റെ ശാഖകളാണ്, അതിൽ കൂടിയാണ് ഇത് ഈ 4 എന്താണ് ഈ നമ്മുടെ ഈ സ്പിരിച്വൽ ഈ സൈറ്റ് എന്താ അതിന് പറയുന്ന ഈ ആരാധനാലയങ്ങളെ ആ സൈറ്റുകളെ വേഗം ചെന്നെത്താൻ വേണ്ടി ചാർധാം എന്ന് പറയുന്ന പ്രോജക്റ്റ് ഉണ്ടാക്കുന്നത്. ആ പ്രോജക്റ്റ് ഈ കടന്നു പോകുന്നത് ഈ വളരെ ദുർബലമായ ഹിമാലയ പർവ്വത നിരകളുടെ എക്സ്റ്റൻഷൻ, അതിൽ കൂടിയാണ് ഇത് കടന്നു പോകുന്നത്. ഇത് കെട്ടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇതേ വാക്കുകൾ തന്നെയാണ് ഉപയോഗിച്ചത്. ഘട്ടം ഘട്ടമായിട്ട് കൺട്രോൾഡ് ബ്ലാസ്റ്റിംഗ്, ഇത് തന്നെയാണ് അവർ ഉപയോഗിച്ചത്. അവിടെ എല്ലാം ഈ ബുദ്ധിമുട്ട്. 100ഓളം വീടുകൾ അവിടെ ഈ സിൽക്കിയാര ടണലിന്റെ അടുത്ത് താഴേക്ക് പോയി. സബ്സിഡൻസ് ആണ്, അതായത് ഭൂമി താഴേക്ക് പോവുക. അപ്പോ സുപ്രീം കോടതിയിൽ കേസ് ആളുകൾ ഫയൽ ചെയ്തപ്പോ സുപ്രീം കോടതി ഒരു കമ്മിറ്റി വെച്ചു. ആ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തത് ഇത് വളരെ അപകടം പിടിച്ച പാതയിൽ കൂടിയാണ് ഈ പോകുന്നത്, അത് വെക്കണം എന്നാണ് റിപ്പോർട്ട് കൊടുത്തത്. ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം താര മാഡം, ഞാൻ അതിനിടയിൽ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ സർക്കാർ ഇക്കാര്യങ്ങളിലൊരു കോൾ എടുക്കുന്നത് ഈ പരിസ്ഥിതി ആഘാത സമിതി ഇപ്പോൾ അനുവാദം നൽകുന്നു. 90% സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. പദ്ധതിക്ക് വേണ്ടിയുള്ള തുക ബജറ്റിൽ ഏതാണ്ട് 2034 കോടി രൂപ ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. വയനാട്ടിലെ വർദ്ധിച്ചു വരുന്ന ഗതാഗത ആവശ്യമെന്ന ഒരു കാരണം സർക്കാരിന് മുന്നിലുണ്ട്. അപ്പോൾ പിന്നെ സർക്കാരിന് ഇതിലൊരു പിന്നാക്കം പോകുന്നതിനോ തിരിഞ്ഞു നോക്കുന്നതിനോ സർക്കാരിന് മുന്നിൽ ഒരു കാരണം വേണ്ടേ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സംവിധാനം വേണ്ട? അതൊന്നുമില്ലല്ലോ. ഇപ്പോൾ എല്ലാ സംവിധാനങ്ങളും ഒരു ഗ്രീൻ സിഗ്നൽ കൊടുത്തിരിക്കുകയാണല്ലോ സർക്കാരിന് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ. അങ്ങനെയാണെങ്കിൽ പിന്നെ ആർക്ക് തടയാൻ കഴിയും?
ഈ കേരളിനും ഇത് തന്നെയല്ലേ പറഞ്ഞത്? കേരളിനും ഇത് തന്നെയാണ് ഈ വാദങ്ങൾ മുന്നോട്ട് വെച്ചത്. അതായത് നമുക്ക് വികസിക്കണ്ടേ. ഈ വികസനം എന്ന് പറയുന്നത് നമ്മൾ ആളുകളുടെ ജീവനും സ്വത്തിനും അപകടപ്പെടുത്തിക്കൊണ്ടാണോ ഇത് വരുത്തേണ്ടത്? ഈ തുരങ്കപാതയ്ക്ക് പകരമായിട്ട് ഇവിടെ ശ്രീ ബാദുഷ അതെന്ന് തന്നെ പറഞ്ഞുവല്ലോ, ഈ നിലവിലുള്ള പാതകളെ നമ്മൾ ബലപ്പെടുത്തുകയും അതിനെ വികസിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഇതിന് പരിഹാരം കാണാമെന്ന് ഇരിക്കെ കാട്ടിൽ കൂടി, കൊടും കാട്ടിൽ കൂടി നിങ്ങൾ 17.263 ഹെക്ടർ സ്ഥലത്തിൽ കൂടി ഇത് കൊണ്ടുപോവാണ്. എന്നിട്ട് അതിനകത്ത് പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന ആളുകൾ പറയുന്നു, നിങ്ങൾ ഈ എന്താണ് ഈ വളരെ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള, അതായത് വംശനാശം വരുന്ന ഷോലക്കിളി, ബാണാസുര, ചിലപ്പൻ കിളി ഇതെല്ലാം അപകടത്തിലാവുന്നു. അത് പറഞ്ഞാൽ ഇത് എന്താണ് ഇത് തമ്മിലുള്ള ബന്ധം എന്ന് പോലും മനസ്സിലാക്കാതെ നമ്മൾ ഇതിനെ കണ്ണടച്ച് ഇരുട്ടാക്കരുത്. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഈ ഒരു ഒരു ഐലൻഡ് ഉണ്ടായിരുന്നു, അതിന്റെ പേര് മറന്നുപോയി. അവിടെ ഈ DDT വ്യാപകമായിട്ട് തളിച്ചു. ഈ എലിയെ കൊല്ലാൻ വേണ്ടി DDT തളിച്ചു കഴിഞ്ഞപ്പോ ഈ DDT പിന്നെ ഇതിലെല്ലാം കൊതുകിനെ കൊല്ലാനാണ് ഇത് തളിക്കുന്നത് ആ സ്ഥലത്ത്. അവിടെ ഈ കൊതുകിനെ DDT ഇതിന്റെ പുറത്തെല്ലാം പറ്റുമല്ലോ, കൊതുകിലും ഈ ബാക്കിയുള്ള ഇലയിലും എല്ലാം പറ്റും. അത് കഴിച്ച പല്ലികള് അതിന്റെ ശരീരത്തിൽ ഇത് 10 മടങ്ങായിട്ട് വർദ്ധിച്ചു. അതായത് ബയോ മാഗ്നിഫിക്കേഷൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. ഒന്നിനെ കഴിക്കുമ്പോൾ ഇതിന്റെ അളവ് കൂടി വരും. ഈ പല്ലിയെ കഴിച്ച പൂച്ചകള് കൂട്ടത്തോടെ ചത്തുപോയി. ആ ചത്തുപോയി കഴിഞ്ഞപ്പോ ഇത് ചരിത്രത്തിലുള്ള കാര്യമാണ് പറയുന്നത്. ആ പൂച്ചകൾ ചത്തു കഴിഞ്ഞപ്പോ എലികളെ പെരുകുകയും അവിടെ വ്യാപകമായി പ്ലേഗ് വരികയും ആ ജനത ഒന്നാകെ നശിച്ചു പോവുകയും ചെയ്ത് പരിസ്ഥിതി പറ്റി പഠിക്കുന്ന ആളുകളുടെ മുമ്പിലുള്ള ഉദാഹരണമാണ്. എന്നിട്ട് ഈ വേറെ രാജ്യത്ത് നിന്ന്, അതായത് അമേരിക്ക ഇവിടേക്ക് ഇത് പൂച്ചകളെ പാരച്യൂട്ടിൽ ഇറക്കി വിടേണ്ടി വന്നു എന്നാണ് പറയുന്നത്. അത് വലിയൊരു സംഭവമായിട്ട് നമ്മുടെ കൺമുമ്പിലുണ്ട്. അതായത് ഒന്നിനെ ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഇങ്ങനെ മരിച്ചില്ലെങ്കിൽ നിങ്ങൾ അതായത് നേരിട്ടുള്ള ആഘാതമല്ല, അതിങ്ങനെ എന്താണ് ഒരു ഒന്നിനെ ഉള്ള ആഘാതം നമുക്ക് വിചാരിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. അതായത് ബാണാസുര ഈ ചെലപ്പൻ കിളി മരിക്കുമ്പോൾ ഒരു പക്ഷേ അതിന്റെ ആഘാതം നമുക്കും കൂടി വരും എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം.